UN-ൽ പാകിസ്ഥാനെ വലിച്ചു കീറിയിരിക്കുകയാണ് ഇന്ത്യൻ നയതന്ത്രജ്ഞ. അടുത്തിനി ജയശങ്കറിന്റെ ഊഴമാണ്. ആ സമയത്ത് ഷഹബാസ് ഷെരീഫ് ജീവനോടെ ഉണ്ടാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. കാരണം ഇതൊക്കെ താങ്ങാൻ അദ്ദേഹത്തിന് പറ്റുമോ എന്നുള്ളതാണ്. അതായത് ഇന്ത്യ ചോദിക്കുന്നത് ഭീകരവാദത്തെ ഇങ്ങനെ കയറ്റുമതി ചെയ്ത് പ്രചാരണം നടത്തുന്ന ഒരു രാജ്യം, നുണകൾ മാത്രം പറയുന്ന ഒരു രാജ്യം, ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന കൊടും ഭീകരനെ പതിറ്റാണ്ടുകളോളം അഭയം കൊടുത്ത ഒരു രാജ്യം, നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഇന്ത്യയെക്കുറിച്ച് പറയാൻ എന്നാണ് പെറ്റൽ ഗെലോട്ട് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ വസ്തുതാപരമായി നോക്കിയാൽ ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ലോകമെമ്പാടും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ വല്ലാത്തൊരു നാണക്കേട് തല കുനിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്കല്ലേ പാകിസ്ഥാനെ തന്നെ കൊണ്ടുപോകുന്നത്. പാകിസ്ഥാന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ പല രീതിയിലും പരിശോധിച്ചാൽ ആ രാഷ്ട്രം അതിൻ്റെ സ്വസിദ്ധമായിട്ടുള്ള ഐഡന്റിറ്റിയെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് സമാനമായിട്ടുള്ള ഒരു ഇമേജാണ് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇപ്പോൾ പാകിസ്ഥാനുള്ളത്. നേരത്തെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന പല സംഘർഷങ്ങളിലും പാകിസ്ഥാൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഈക്വൽ പൊസിഷൻ ആയിരുന്നു. അത് കുറേശ്ശെ നശിച്ച് പാകിസ്ഥാൻ രണ്ടായി, പാകിസ്ഥാൻ ബംഗ്ലാദേശായി മാറി. പിന്നീട് ബംഗ്ലാദേശിൽ കലാപങ്ങളുണ്ടായി, അതും ശിഥിലമായി. പാകിസ്ഥാനിൽ നിരന്തരമായിട്ടുള്ള കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവരാകട്ടെ തീവ്രവാദികളെ നിരന്തരമായിട്ട് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ലോകം വായിച്ചുകൊണ്ടിരിക്കുന്നതോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ലോകത്ത് പാകിസ്ഥാൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധി ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാനെതിരെ അതിശക്തമായിട്ടുള്ള പ്രചാരണം അഴിച്ചുവിടുന്നത്, അല്ലെങ്കിൽ പാകിസ്ഥാനെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇന്ത്യയെ പ്രതി ചേർത്ത് സംസാരിക്കാൻ എന്താണ് അവകാശമുള്ളത്? നിങ്ങൾക്ക് എന്ത് കഴിവാണ് അതിനുള്ളത്? നിങ്ങൾ ആരാണ്? വളരെ കൃത്യമായിട്ട് പെറ്റൽ ഗെലോട്ട് ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം നൽകാനായിട്ട് പാകിസ്ഥാൻ്റെ പ്രതിനിധിക്ക് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പതിറ്റാണ്ടിലധികമായിട്ട് ഒസാമ ബിൻ ലാദനെ കാത്തു സൂക്ഷിക്കുകയും അയാളെ പരിരക്ഷിക്കുകയും അയാളുടെ പരിവാരങ്ങളെ ഒക്കെ തീറ്റിപ്പറ്റുകയും ചെയ്ത ഒരു രാഷ്ട്രം എങ്ങനെയാണ് തീവ്രവാദി രാഷ്ട്രമല്ലാതായി മാറുന്നത്? അഫ്ഗാനിൽ നിന്ന് നിരന്തരം തീവ്രവാദികളെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി പരിശീലനം നൽകി ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും അയക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയെ കാലാകാലങ്ങളായിട്ട് ഇന്ത്യയുടെ സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്വാതന്ത്ര്യം നേടി അന്ന് വരെ തുടങ്ങിയ പരിപാടിയാണത്. 1947 തന്നെ ആരംഭിച്ചാണ് നുഴഞ്ഞേറ്റക്കാരെ വലിച്ചെറിഞ്ഞു വിട്ട് ജമ്മു കാശ്മീരിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ അന്ന് വരെ ആരംഭിച്ചാണ്. ആ ആരംഭിച്ച പ്രവൃത്തി ഇതുവരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പഹൽഗാമിൽ അവർ നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. അവർ സ്പോൺസർ ചെയ്ത ഒരു ഭീകരവാദ സംഘടന തന്നെ വന്നാണ് വലിയ ആക്രമണം നടത്തി തിരിച്ചുപോയതെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ നിരന്തരമായിട്ട് ലോകത്തിന് മുന്നിൽ തീവ്രവാദി പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി പണം മുടക്കുകയും ചെയ്യുന്ന ഒരു തീവ്രവാദി രാഷ്ട്രമായിട്ട് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും ഇന്ത്യക്കെതിരെ സംസാരിക്കാനായിട്ട് യോഗ്യരല്ല എന്നാണ് നമ്മുടെ പ്രതിനിധി UN പറഞ്ഞെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള രീതിയിൽ, കുറച്ചുകൂടി വസ്തുനിഷ്ഠമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെയൊക്കെ ഒന്നും കൂടി സമഗ്രമായി അവലോകനം ചെയ്ത് നമ്മുടെ ജയശങ്കർ അവിടെ സംസാരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതുവെ കഴിഞ്ഞ ദിവസവും ജയശങ്കർ പറഞ്ഞത് ഇന്ത്യ ഒരാളുടെ ജൂനിയർ അല്ല, ഇന്ത്യ കൃത്യമായി സമാന്തരമായി നിൽക്കുകയാണ്, സമസമം നിൽക്കുകയാണ്. ആരുടെ ജൂനിയർ ആവാൻ ഇന്ത്യ ഒരുക്കമല്ല. അങ്ങനെ അല്ല ഇന്ത്യ മാറുകയാണ്. പുതിയ ലോകക്രമത്തിലേക്ക് ഇന്ത്യ കൂടി വരുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയെ തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് കൃത്യമായ മറുപടി നൽകാൻ ഇന്ത്യക്ക് അറിയാം എന്ന് അമേരിക്കയിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി കാണാൻ പോയ സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഇന്ത്യ അത് കൃത്യമായി പറഞ്ഞതാണ്. ഞങ്ങളെ ആരെങ്കിലും തകർക്കാൻ വന്നാൽ അതിന് കൃത്യമായ മറുപടി നൽകാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നാണ് ജയശങ്കർ പറഞ്ഞത്. അപ്പോ തീർച്ചയായിട്ടും UN പ്രതിനിധി നയതന്ത്രജ്ഞ കൃത്യമായ മറുപടി കൊടുക്കുന്നതിലപ്പുറം വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ മറുപടിക്ക് കുറച്ചുകൂടി കൂടുതൽ ആധികാരികത ഉണ്ടാവും. തീർച്ചയായിട്ടും പഹൽഗാമിലെ ഇപ്പൊ ഉറി ബലാക്കോട്ടൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമ്മളത് മറക്കുന്നു എന്നുള്ളതല്ല, അതിനപ്പുറം വളരെ ഗൗരവമേറിയതാണ് പഹൽഗാമിൽ നടന്നത്. മതം ചോദിച്ചുകൊണ്ടുള്ള ഒരു കലാപം എന്നതിനൊരു
പ്രവർത്തനം എന്നതിനപ്പുറം ഇന്ത്യയിൽ ഒരു കലാപം കൂടി ഉണ്ടാക്കാൻ, മതത്തിന്റെ പേരിൽ ഒരു കലാപം കൂടി ഉണ്ടാക്കാൻ ഈ തീവ്രവാദികൾ ശ്രമിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏറെ ഗൗരവമായ കാര്യം. പക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾ എന്തുകൊണ്ടോ അതിനെ പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ട് മാത്രം ഒരു വലിയ കലാപത്തിലേക്ക്, ഒരു മതപരമായ കലാപത്തിലേക്ക് അത് പോയില്ല എന്നുള്ളതാണ്. അപ്പോ പാകിസ്ഥാൻ ഇനിയും ഇത്തരം കാര്യങ്ങൾ ഇന്ത്യക്ക് മേൽ ചെയ്യും. അത് പാകിസ്ഥാൻ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ, ചൈനയെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെയാണ് പാകിസ്ഥാനെ, ഭീകരവാദ പ്രവർത്തനത്തിൽ പാകിസ്ഥാനെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഇതിന് ആത്യന്തികമായ ഒരു പരിഹാരം ഇന്ത്യ കാണാൻ സാധ്യതയുണ്ടോ? അല്ല, ഇന്ത്യക്ക് ആത്യന്തികമായിട്ടുള്ള പരിഹാരം കാണണം. കാരണം ഇന്ത്യ വളരെ സമാധാനപൂർവ്വം അതേപോലെ തന്നെ സ്വച്ഛനമായും ജീവിക്കുന്ന ഒരു ജനതയുടെ രാഷ്ട്രമാണ്. അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത്, അവിടെ കലാപങ്ങൾ ഉണ്ടാക്കുന്നത്, അതിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനാണ്. ഒരുപാട് കാലമായിട്ട് തുടരുന്ന ഒരു പ്രക്രിയയാണ്. അതിന് അന്ത്യം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നമ്മളിപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ പാകിസ്ഥാനിൽ നടത്തിയത്. പാകിസ്ഥാനെ ഒന്ന് പാഠം പഠിപ്പിക്കുന്നതിനും മേലാൽ വീണ്ടും ഇതേപോലെയുള്ള പ്രക്രിയയുമായിട്ട് വരാതിരിക്കുന്നതിന് വേണ്ടി. അതിൽ ഇന്ത്യ വിജയിച്ചു. സമുജ്ജലമായിട്ടുള്ള വിജയമാണ് ആ ആക്രമണത്തിൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് നേടാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ നേടിയ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലെ ഇത്തരം കാര്യങ്ങളുടെ ചർച്ച വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു പ്രിയാമ്പിൾ പോലെ ഒരു സംഭവം, ആമുഖം പോലെ ഒരു സാധനം അവതരിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ പെറ്റൽ ഗെലോട്ട്. പെറ്റൽ ഗെലോട്ടിൻ്റെ ജോലി അത്ര മാത്രമേ ഉള്ളൂ. ആ നയതന്ത്രജ്ഞയായിട്ടുള്ള സ്ത്രീ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. അതിനുശേഷമാണ് ജയശങ്കറിൻ്റെ സംഭാഷണം വരാനായിട്ട് പോകുന്നത്. ജയശങ്കർ എന്ന് പറയുന്നത് ഇന്ത്യ സംസാരിക്കുന്നു, അതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ത്യ ഇന്നതാണ് സംസാരിക്കുന്നതെന്ന് വളരെ കൃത്യമായി വസ്തുനിഷ്ഠമായിട്ട് ജയശങ്കർ അവതരിപ്പിക്കും. ജയശങ്കറിൻ്റെ നിലപാടെന്ന് പറയുന്നത് ഇന്ത്യയുടെ നിലപാട് ലോകത്തിന് മുന്നിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ ലോകത്തിന് മുമ്പ് ഇപ്പോൾ ഇന്ത്യയെ തന്നെ പൊസിഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ആർക്കും താഴെയല്ല. ഞങ്ങൾ ആർക്കും താഴെയല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും വലിയ ലോകശക്തികൾക്ക് ഒപ്പം നിന്ന് സംസാരിക്കാനും പ്രവർത്തിക്കാനും കാര്യപ്രാപ്തി നേടിയ രാഷ്ട്രമാണ്. മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ഞങ്ങളുടേതാണ്. ആ ജനസംഖ്യയാണ് ഈ ലോകത്തോട് പറയുന്നത് ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജനതയാണ്. അത് ഇന്ന് മാത്രമല്ല, എന്നും ഞങ്ങൾ ബുദ്ധൻ്റെ ഒരു അനുയായികളാണ്, ഗാന്ധിയുടെ അനുയായികളാണ്, അഹിംസയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. പക്ഷേ ഞങ്ങളുടെ നെഞ്ചത്തേക്ക് ആരെങ്കിലും കയറാൻ വന്നാൽ ഞങ്ങൾ അതിനെ അനുവദിക്കുകയില്ല. അതിൻ്റെ സൂചന മാത്രമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നതിലൂടെ കാണിച്ചു കൊടുത്ത്. മാത്രമല്ല, നമ്മുടെ ആയുശക്തി, ആയുധബലം, അത് പ്രയോഗിക്കാനുള്ള ശേഷി, അതിൻ്റെ സമീപനം, ഇതെല്ലാം തന്നെ നിരന്തരമായിട്ട് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ UN സംവാദം എന്ന് പറയുന്നത് ഇന്ത്യ എന്താണ് എന്ന് പ്രഖ്യാപിക്കലാണ്. അത് കൃത്യമായിട്ട് ഈ രണ്ടുപേരും കൂടി നിർവഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് പെറ്റൽ ഗെലോട്ട്, മറ്റൊന്ന് ജയശങ്കർ. ഇവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം. അതിനനുസരിച്ച് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞ് പിന്നോട്ട് പോയാൽ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റൊരു രീതിയിലും നമ്മളായിട്ട് കുസ്തി പിടിച്ച് വരാനായിട്ടുള്ള ഒരു കെൽപ്പ് ഇപ്പോൾ പാകിസ്ഥാനില്ല. പാകിസ്ഥാൻ എന്നും എന്തുകൊണ്ടാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഒന്ന്, അവിടെ ജനാധിപത്യമില്ല. പകരം അവർക്ക് പട്ടാള ഭരണകൂടമാണ്. പട്ടാള ഭരണകൂടം എന്ന് പറഞ്ഞാൽ അക്രമിയുടെ ഭരണകൂടമാണ്. ആ അക്രമികൾ നിർമ്മിക്കുന്നതും അക്രമികൾ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അവിടെ ഇത്തരത്തിൽ ഈ വലിയ തീവ്രവാദി ക്യാമ്പുകളും കേന്ദ്രങ്ങളും ഉണ്ടാകുകയും അവിടെ ഈ അക്രമി കുഞ്ഞുങ്ങളെ ഇങ്ങനെ പെറ്റുപെരുകാനായിട്ട് അനുവദിക്കുകയും ചെയ്യുന്നത്. അത് സമ്മതിക്കാൻ ഒരിക്കലും ഇന്ത്യക്ക് കഴിയില്ല. കാരണം ഇന്ത്യയുടെ അയൽവക്കത്തിരിക്കുന്നവരാണ് ഇവർ എന്നുള്ളതാണ്. ഒരു കാലത്ത് നമ്മുടെ സഹോദര രാഷ്ട്രമായിരുന്നതാണ്. പക്ഷെ അവിടെ നമ്മളെ ഉന്മൂലനം ചെയ്യുന്നതായിട്ടുള്ള തീവ്രവാദി കുഞ്ഞുങ്ങളെ വർദ്ധിപ്പിക്കുന്ന പ്രക്രിയ ഉണ്ടെങ്കിൽ അതിൻ്റെ മട തന്നെ അടിച്ചു പൊളിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.